യഹൂദർ തങ്ങളുടെ മൂന്നാം ആലയ പ്രതിസന്ധികളിൽ പണിയും. എതിർ ക്രിസ്തു പൈശാചിക പ്രതിമ ആലയത്തിൽ സ്ഥാപിക്കും. മൃഗത്തിൻ്റെ മുദ്ര മനുഷ്യർ ശരീരത്തിൽ സ്വീകരിക്കേണ്ടി വരും. മുദ്രയുള്ളവർക്ക് മാത്രമേ ഭക്ഷണമോ മറ്റോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർ പിശാചിൻ്റെ അടിമയാവും. ആലയത്തിൽ ആടുകളുടെ ബലി സ്ഥിരമായി നടത്തും. ആലയത്തിൽ എതിർ ക്രിസ്തു എന്ന മനുഷ്യൻ വരികയും ഒരു മൃഗത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യും. ആടുകളുടെ ബലി നിർത്തലാക്കി പകരം ദൈവം വെറുക്കുന്ന പന്നികളെ മൃഗത്തിന് മുൻപിൽ ബലിയർപ്പിക്കും. മൃഗത്തിൽ പിശാചിൻ്റെ ശക്തി ആവസിക്കും. മൃഗം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആകാശത്തിൽ നിന്ന് തീ ഇറക്കുകയും തന്നെ ദൈവമായി സ്വീകരിച്ച് വണങ്ങുവാൻ മൃഗം ആവശ്യപ്പെടുകയും മൃഗത്തെ വണങ്ങാത്തവരെ തൻ്റെ വാളാൽ കൊല്ലുകയും ചെയ്യും. മൃഗത്തെ വണങ്ങുന്നവർക്ക് നെറ്റിയിലോ വലത് കൈയിലോ പിശാചിൻ്റെ ഒരു മുദ്ര സ്വീകരിക്കേണ്ടി വരും. ഭക്ഷണ സാധനങ്ങളുടെയും മറ്റ് അത്യാവശ്യ സാധനങ്ങളുടെയും വാങ്ങലും വിൽപ്പനയും മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മുദ്ര സ്വീകരിക്കുന്നവർ എന്നേക്കും പിശാചിന് അടിമകളാകും. അവരുടെ ശരീരത്തിൽ അതികഠിനമായ വ്രണങ്ങൾ ഉണ്ടാകും. വേദന സഹിക്കാനാവാതെ അവർ മരിക്കുവാൻ ആഗ്രഹിക്കും. എന്നാൽ മരണം അവരെ വിട്ടുപോകും.